കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് കമ്മിറ്റിയിലുള്ളതിനേക്കാൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിലാണ് സ്വകാര്യ ട്രാവൽ ഏജൻസികൾ തീർത്ഥാടകരെ ഹജ്ജിന് കൊണ്ടുപോകുന്നതെന്ന് പുതിയ കണക്കുകൾ. എയർ ഇന്ത്യയുടെ ടെൻഡർ റദ്ദ് ചെയ്ത് ചാർട്ടേഡ് വിമാനങ്ങൾ എടുത്താൽ പോലും നിലവിലുള്ള 1,65,000 രൂപ ടിക്കറ്റ് ഇനത്തിൽ വരില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2 സർവീസിന്റെ പണമാണ് എയർ ഇന്ത്യ ഒറ്റയാത്രയ്ക്ക് ഈടാക്കുന്നെന്ന ആരോപണവും ഇതോടെ ഉയർന്നിരിക്കുകയാണ്. റിപ്പോർട്ട്. Peace Public School, Kottakkal, nurturing world-class leaders. കരിപ്പൂരിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് ഹജ്ജ് കമ്മിറ്റിയിലേതിനേക്കാൾ കുറവ് സ്വകാര്യ ട്രാവൽ ഏജൻസികളാണെന്നാണ് പുതിയ കണക്കുകൾ നൽകുന്നത്. സാധാരണ വിമാനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ 40,000 മുതൽ 50,000 വരെയാണ് സ്വകാര്യ ഏജൻസികൾക്ക് ടിക്കറ്റ് നിരക്ക് വരിക. അപ്പോഴാണ് ചാർട്ടേഡ് വിമാനത്തിന്റെ പേരിൽ തീവെട്ടിക്കൊള്ളയുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത്. പരമാവധി 1 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് ചാർട്ടേഡ് വിമാനത്തിലായാലും ടിക്കറ്റ് നിരക്കുകൾ വരികയെന്ന് ഈ മേഖലയിലുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. 2 സർവീസിന്റെ പണമാണ് എയർ ഇന്ത്യ ഒറ്റയാത്രയ്ക്ക് ഈടാക്കുന്നത്. അതേസമയം വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയുടെ വിമാന നിരക്ക് വർധന കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കാനുള്ള ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തി. റീടെൻഡർ ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നാണ് പ്രധാന ആവശ്യം. മലബാർ ടൈംസ്, കരിപ്പൂർ.